മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു. പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കുന്നത് 1974 സ്ഥാപിതമായിട്ടുള്ള രമ സ്റ്റീൽ ട്യൂബ്സ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ്. ഇത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാരണം, ഇപ്പം ഒരു ഡിഫൻസ് മേഖലയിലേക്ക് ഇവരുടെ പ്രവർത്തികൾ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പെന്നി സ്റ്റോക്കുകൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പല കോണുകളിലും പല ആർട്ടിക്കിളിലും നമ്മൾ കാണാനിടയായി. ഈ കമ്പനി സ്ഥാപിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ 1974 സ്ഥാപിച്ചത്. ഇവരുടെ ഒരു എൻഗേജഡ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റീൽ പൈപ്പുകൾ, അതുപോലെ തന്നെ ട്യൂബുകൾ ഉണ്ടാക്കുക, അത് കയറ്റി അയക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള ചെയ്യുന്നതിൽ രാജ്യത്തെ നിർമ്മാണ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും മുൻനിര കമ്പനികളായിട്ട് അറിയപ്പെടുന്നുണ്ട്. കയറ്റി അയക്കലിൽ മാത്രം 20% ഈ കമ്പനിക്ക് പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി ഇപ്പോൾ ഡിഫൻസ് മേഖലയിലേക്ക് കൂടി കാലെടുത്ത് വെച്ചപ്പം നല്ല ഒരു പ്രതീക്ഷയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് ഓവർവ്യൂ ചെയ്തു നോക്കാം. രമ സ്റ്റീൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 11 രൂപ 20 പൈസയാണ്, അഥവാ 0.03 പൈസ എന്ന ഒരു പോസിറ്റീവ് സൈഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണ് 0.27% ആണ് അപ്പ് സൈഡിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് 11 രൂപ 17 പൈസയാണ്. ടുഡേ ഹൈ പോയിട്ടുള്ളത് 11 രൂപ 48 പൈസയാണ്. അതേ മറ്റൊന്ന് നോക്കാനുള്ളത്, ഒരു വർഷത്തെ അഥവാ 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 9 രൂപ 90 പൈസയും, അതേപോലെ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 16 രൂപ 83 പൈസയാണ്. ഇതിന് ഒരു മെച്ചോറിറ്റി വിഭാഗവും പറയുന്നത് ഇനി ഇതൊരു മൾട്ടി ബാഗർ ഭാഗത്തിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നാണ്. പക്ഷേ എൻ്റെ വാക്കല്ല, പലരും പറഞ്ഞിട്ടുള്ളൊരു സംക്ഷിപ്തം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ്. ഒരിക്കലും ഇത് കേട്ടിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയുന്നില്ല. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, എന്താണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഇനി ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എന്താണെന്നുള്ളത് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1697 കോടി രൂപയാണ് കമ്പനിക്കുള്ളത്. PE റഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 58.79, PB റഷ്യോ 5.10, ഇൻഡസ്ട്രി PE റഷ്യോ 23.77, ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.43 കാണിക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE കാണിക്കുന്നത് 8.69%. EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 0.19 ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ 2.19, ഫേസ് വാല്യൂ 1 രൂപയുമാണുള്ളത്. ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡ് കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം റവന്യൂയുടെ ത്രൈമാസ കണക്ക് നോക്കാം. ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയാണ്. 2023 ജൂൺ ക്വാർട്ടറിൽ 314 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. നെക്സ്റ്റ് 2023 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 204 കോടി രൂപയെ ചുരുങ്ങിയതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡിസംബർ 2023 ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ 264 കോടി അഥവാ 60 കോടിയുടെ ഒരു ഇൻക്രീസ് നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2024 മാർച്ച് പാദം ക്ലോസ് ചെയ്യുമ്പം 269 കോടി അഥവാ ഡിഫറൻസ് 2023 ഡിസംബറും 24 മാർച്ചും തമ്മിൽ ഒരു 5 കോടി രൂപയുടെ ഡിഫറൻസാണ് കാണുന്നത്. 269 കോടി രൂപയാണ് മാർച്ച് പാദത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്നത്. 2024 ജൂൺ പാദത്തിൽ 218 കോടി രൂപയാണ് അവസാനമായി നമുക്ക് ആ ക്വാർട്ടറിൻ്റെ കണക്കെടുക്കുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് ഈ റവന്യൂയുടെ തന്നെ ഒരു ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹോപ്പ് തരുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്കെയിൽ നമുക്കറിയാം. ഈ സ്കെയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തോന്നിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഡിഫൻസ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസ് മേഖലയിലേക്ക് ബിസിനസ്സിനെ വ്യാപിപ്പിക്കുമ്പോൾ ആ കമ്പനിയൊക്കെ ഒന്ന് കണ്ടുവെക്കൽ നന്നായിരിക്കും എന്നുള്ളത് പേഴ്സണലി ഒപ്പീനിയനാണ്. ഏതായിരുന്നാലും എടുക്കണമെന്ന് പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തോ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചോളൂ. 2019 to 2023, 2019 മുതൽ 2023 വരെ 5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് മോശമില്ലാത്തൊരു പെർഫോമൻസ് റവന്യൂയുടെ ഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. 2019 507 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2020 ക്ലോസ് ചെയ്യുമ്പോൾ 356 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. 2021 വരുമ്പം അത് പിന്നെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിച്ച വെച്ച് കയറി വരുന്നുണ്ട്. 477 കോടി രൂപയാണ്.
2022 എത്തുമ്പം 777 കോടി രൂപയായിട്ട് നല്ലൊരു പെർഫോമൻസ് കമ്പനിക്ക് റവന്യൂയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം 1344 കോടി രൂപ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. ഇത് നല്ലൊരു ഹോപ്പ് തരുന്നതാണെന്ന് പറയാതെ വയ്യ. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് പോലെ 2023 ജൂൺ ക്വാർട്ടർ ടു 2024 ജൂൺ ക്വാർട്ടർ വരെയാണ്. 2023 ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ 7.46 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സെപ്റ്റംബർ 2023 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ 6.57 കോടി രൂപയും 2023 ഡിസംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 8.92 കോടി രൂപയാണ്. ഇതാണ് കമ്പനിയുടെ ത്രൈമാസ കണക്കുകളിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഫിഗർ. 2024 മാർച്ച് ക്വാർട്ടറിൽ 7.64 കോടി രൂപയും 2024 ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പം 6.20 കോടി രൂപയാണ് കമ്പനിയുടെ ത്രൈമാസ കണക്കനുസരിച്ചുള്ള പ്രോഫിറ്റ്. നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് പറയണോ അല്ല ആവറേജ് ആണെന്ന് പറയണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഒരു റവന്യൂയുടെ കാര്യം പരിഗണിച്ചതുപോലെ തന്നെ പ്രോഫിറ്റും തിരക്കേടില്ല എന്ന് പറയാൻ പറ്റും. 2019 ടു 2024 5 വർഷത്തെ കണക്ക് നോക്കുമ്പം 2019 കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് 8.37 കോടി രൂപയും 2020 കമ്പനിക്ക് വളരെ ലോലമായിട്ടുള്ള വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കൊറോണ കാലമാണ് അറിയാം. 0.43 കോടി രൂപയാണ്. 2021 12.38 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. 2022 27.32 കോടി രൂപയായി വീണ്ടും വർധനവിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്നും 2023 ക്വാർട്ടർ വാർഷിക ഇയർ ക്ലോസ് ചെയ്യുമ്പം 27.44 കോടി രൂപയായിട്ട് വർധനവ് കമ്പനിക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അതും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. റവന്യൂയുടെ ചാർട്ട് പോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ല എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെറ്റ് വർത്താണ്. നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 2019 കമ്പനിക്ക് 87.01 കോടി രൂപയാണ്. 2020 എത്തുമ്പോൾ കമ്പനിയുടെ നെറ്റ് വർത്ത് 87.83 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 2021 വരുമ്പോൾ അവിടുന്ന് ഒന്ന് കയറ്റം കയറിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് 99.94 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 2022 127 കോടി രൂപയായി ഇൻക്രീസ് ചെയ്യാൻ കമ്പനിയുടെ നെറ്റ് വർത്തിന് സാധിച്ചിട്ടുണ്ട്. 2023 വരുമ്പം നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കമ്പനിയുടെ സ്കെയിൽ കാണുന്നത്. നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ 264 കോടി രൂപ. ഈ 3 കാര്യങ്ങളും ഇയർലി നമ്മൾ നോക്കുമ്പോൾ റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ് വർത്തും നല്ല രീതിക്ക് ഒരു ഹോപ്പ് തരുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. പക്ഷേ ഇതെൻ്റെ ഒപ്പീനിയൻ, പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതിയാകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷെയർ പാറ്റേൺ ആണ്. ഈ ഡിഫൻസ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതുതായിട്ട് വരുന്ന ഈ കമ്പനിക്ക് ആരൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്, അതോടൊപ്പം കമ്പനിയുടെ ഓണേഴ്സ് എത്രയാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, 50% കൂടുതൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡാണ്. സോ ഒരു ടെൻഡൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50% മുകളിൽ അഥവാ 56 അഥവാ 56.33% സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ഒരു ശതമാനം നമുക്ക് പ്രതീക്ഷ തരുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റിറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് സെക്കൻഡായിട്ട് നിൽക്കുന്നത്. 43.62% ആണ്. ആദ്യം പ്രൊമോട്ടേഴ്സാണ്, അവരുടെ കയ്യിലാണ് കൂടുതലുള്ളത്. പിന്നെ റിറ്റെയിലേഴ്സ് നമ്മളെപ്പോലത്തെ ആളുകളെടുത്താണുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ താരതമ്യേന കുറവാണ്. 0.05% ആണ് ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പനീൻ്റെ ആളുകൾക്ക് ഒരു പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു സ്റ്റീൽ ട്യൂബ്സ് കമ്പനിയാണ്. അഥവാ അവരുടെ ഡിഫൻസ് മേഖലയിലേക്ക് ഈ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ വ്യാപിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്തരം മേഖലകളിലുള്ള ഇത്തരം സാമഗ്രികൾ രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു അനക്കം തട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നല്ല രീതിക്ക് ലോങ് ടൈം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴൊന്നും പൈസ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ പരീക്ഷിക്കാവുന്നതാണ്. ഞാനത് പരീക്ഷിക്കാവുന്നതാണെന്നുള്ള വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ ആളല്ല. അപ്പം നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം കാര്യമായിട്ട് വീക്ഷിക്കുക. എന്നിട്ട് എന്താണോ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.